അയ്യോ, എന്റെ ബാഗ് അവിടെ. എന്താ ഇപ്പം നഷ്ടപ്പെട്ടത്? എന്തോ നഷ്ടപ്പെട്ടതായിട്ട് കാണുമല്ലോ. എന്താ ഉണ്ടായത് പറയൂ. പറയാം, പറഞ്ഞാൽ ആരും ഇത് വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2 ആഴ്ച മുമ്പാണ് വാണിയംകുളം ചന്തയിൽ ഒരിക്കളെ മുഴുവൻ വിറ്റ കാശും കൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോരുകയാണ്. സമയം ഏതാണ്ട് നട്ടപ്പാതിരിയായിട്ടുണ്ട്. വാഹനമൊന്നും കിട്ടിയില്ല. ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും എന്തോ പോലെ ഒരു ഭയം തോന്നുകയാണ്. അർദ്ധരാത്രി നേരത്ത് ഞാൻ നടന്നിങ്ങനെ വരുന്ന സമയത്ത് വലിയ ക്ഷീണമാണ്, വിശക്കണമുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ദൂരതാ കുറേ വെളിച്ചവും ആളും ബഹളമൊക്കെ. പിന്നെയൊന്നും ആലോചിച്ചില്ല, നേരെ അങ്ങോട്ട് നടന്നു. എന്തെങ്കിലും കഴിക്കണമെന്ന് വിശ്രമിക്കണം, നടന്നു അങ്ങോട്ട്. ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും ഒരു ഉൾക്കിടില, ഒരു ഭയം. ശരാ അങ്ങനെ ഞാൻ ആ വെളിച്ചങ്ങണ്ട പാതയ്ക്ക് നടന്നു. ഇത്ര നട്ടപാതിയായിട്ടും ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. വിശന്ന് വിശപ്പൊക്കെ ചത്തു. കിടക്കാനൊരു സ്ഥലം കിട്ടിയാൽ നന്നായിരുന്നു. ഇതെന്താ കാവൂട്ടം എന്തോ ആണ്. എന്താന്ന് അങ്ങോട്ട് മനസ്സിലാവില്ല. കുറേ ദീപമൊക്കെ തെളിച്ച് കാണാനുണ്ട്, ഒരു പാട്ടുകൂട്ടിൽ കാണാനുണ്ട്, കുറേ ജനമുണ്ട്. എന്തായാലും പോയി നോക്കാം. അല്ലാതെ ഇവിടെ നിന്നിട്ടേ എനിക്ക് പരിപാടി കാണില്ല. ഒന്ന് കിടന്നുറങ്ങും, വല്ലാത്തൊരു ക്ഷീണം. എവിടെയെങ്കിലും ഒന്ന് തല ചായ്ക്കും. ഈ കയ്യിലെ ബാഗിൽ കുറച്ച് കാശുണ്ട്. എവിടെയെങ്കിലും ഏൽപ്പിച്ചൊന്ന് സുഖമായോ ഉറങ്ങാം. ഞാനങ്ങനെ ആ ആളും ബഹളമുള്ള സ്ഥലത്തേക്ക് നടന്നു. അവിടെ നിന്നൊരു കാർന്നൊരു എനിക്ക് പരിചയക്കാരനായി കിട്ടി. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ സന്ധ്യയ്ക്ക് നടന്നു തുടങ്ങിയതാണ്, പറ്റ ക്ഷീണിച്ചിട്ടുണ്ട്, എവിടെയെങ്കിലും ഒന്ന് ഉറങ്ങാൻ സൗകര്യം ചെയ്ത് തരണം താങ്കൾ എനിക്ക്. വേഗം ഇങ്ങോട്ട് തന്നോളൂ. ഇന്നിപ്പോൾ ഇവിടെ വലിയ ബഹളവും തിരക്കുമാണ്, വലിയ സൗകര്യമൊന്നും ഉണ്ടാവില്ല. എവിടെയെങ്കിലുമൊക്കെ ചുരുണ്ടുകൂടി നേരം വിളിപ്പിക്കാം. എന്താ ഇല്ലേ? മതി, വലിയ ഉപകാരം. എനിക്കൊന്ന് ഉറങ്ങണം മാത്രമേ ആവശ്യമുള്ളൂ. വലിയ സുഖ സൗകര്യമൊന്നും വേണ്ട. അങ്ങനെയാച്ചാൽ എൻ്റെ കൂടെ വന്നൂടാ. ഉള്ള സൗകര്യത്തിൽ കിടന്നിട്ട് നേരെ അങ്ങോട്ട് വെളുപ്പിക്കാം. വെളിച്ചായാൽ വേഗം വാങ്ങി വേഗം സ്ഥലം വിടുക. എന്താ എന്നാ വരൂ. അങ്ങനെ രാത്രി അദ്ദേഹം ഒരുക്കി തന്ന സ്ഥലത്ത് സുഖമായി ഞാൻ കിടന്നു. നേരം വെളുത്തപ്പോഴാണ് ഞാൻ അന്തം വിട്ടു പോയത്. അയ്യോ, ഈ സ്ഥലത്തല്ലല്ലോ ഞാൻ കിടന്നത്. എൻ്റെ ദൈവമേ, ഈശ്വര, എൻ്റെ ബാഗ് പോയി എന്നാ തോന്നണത്. പോയി, സർവം പോയി. ഇതിപ്പോ തൻ്റെ മാത്രം അനുഭവമല്ല, ഇത്ര അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ധനം നഷ്ടപ്പെടുന്നത് എനിക്ക് ആദ്യം. എന്താ ഒരു പരിഹാരം എന്ന് അങ്ങ് പറഞ്ഞു തരണം. 2 ലക്ഷത്തോളം രൂപയുണ്ട് അതിൽ. അത് നഷ്ടപ്പെട്ടാൽ എൻ്റെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് തിരികെ ലഭിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അങ്ങ് ഒന്ന് പറഞ്ഞു തരണം എനിക്ക്. ഈ സ്ഥലം അത്ര നല്ല സ്ഥലമല്ല. കല്യാണക്കാപ്പ് എന്ന് അങ്ങോട്ട് പറയുക സ്ഥലപ്പേരേ. പണം നഷ്ടപ്പെടില്ല, പക്ഷേ താൻ ഒരു കാര്യം ചെയ്യുക. ഈ സംഭവം നടന്ന നാളും മാസവും ആഴ്ചയും എല്ലാം നോക്കിയിട്ട് അടുത്ത വർഷം ഇതേ സമയത്ത് അവിടെ, ആ സമയത്ത് അന്ന് താൻ കണ്ട ആൾക്കാരെ അവിടെ ഉണ്ടാവൂ. ആ ആൾക്കൂട്ടത്തിൽ നിന്ന്
പൈസ ഏൽപ്പിച്ച കാർന്നോരെ കണ്ടെത്തുക, രാത്രി ഉറങ്ങാൻ നിൽക്കരുത്, പൈസ വാങ്ങുക, തിരിച്ചു പോരുക. ഈ സംഭവം എല്ലാ വർഷവും അവിടെ ഒരു പ്രാവശ്യം ഉണ്ടാവും. ഈ ഫങ്ഷൻ പണ്ട് നടന്നപ്പോൾ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായി, അതിൽപ്പെട്ട് മരിച്ചുപോയ ആത്മാക്കളാണത്. അവരുടെ ആത്മാക്കൾ അവിടെ ചുറ്റി തീരുന്നുണ്ട്. അവർക്ക് ശാന്തി കിട്ടിയാലേ ഇതൊക്കെ പരിച്ഛേദം മാറൂ. അതിന് വലിയ സംഖ്യ മുടക്കണം, കോടികൾ ചെലവിട്ട് കർമ്മം ചെയ്യണം. ആര് ചെലവാക്കും കാശ്? പണം നഷ്ടപ്പെടുന്നുള്ള ഭയം വേണ്ട, 1 വർഷം കാത്തിരിക്കേണ്ടി വരും. ഓർക്കുമ്പോഴേ എനിക്ക് പേടി വരിക തിരുമേനി. ഞാൻ എങ്ങനെ പോയി ആ പണം തിരിച്ചു പിടിച്ച് പോരുമെന്ന് എനിക്കറിയില്ല. തിരുമേനി എൻ്റെ കൂടെ ഒന്ന് പോരാമോ കൂട്ടിന്? ഞാൻ തൻ്റെ കൂടെ പോന്നാൽ തനിക്ക് ആ കാശ് കിട്ടില്ല. താനിങ്ങനെ ഭയപ്പെടേണ്ട ഒരാവശ്യമില്ല. അന്ന് അവർ തന്നെ ഉപദ്രവിച്ചില്ലല്ലോ, ഇനിയും അത് ഉണ്ടാവില്ല. ഞാനൊരു കാര്യം ചെയ്യാം, ഒരു ദേഹരക്ഷ തനിക്ക് എഴുതി തരാം. അത് ധരിച്ച് അങ്ങോട്ട് പോയാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ഒട്ടും ശങ്കിക്കണ്ട. ഇനി അങ്ങനെ ചെയ്യാൻ വേറെ വഴിയില്ലല്ലോ, എന്താ ചെയ്യാ? എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ആ പണം അയാൾക്ക് തിരിച്ചു കിട്ടിയോ? ആർക്കറിയാം, എനിക്കറിയാം.